സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ശത്രുവിന് കൈപ്പേറിയ പരാജയം കാത്തിരിക്കുന്നുവെന്ന മുസ്തഫ ഖൊമേനിയുടെ പുതിയ പ്രസ്താവനയും എത്തി. ട്രംപിന്റെ വാവിട്ട വാക്കുകൾക്ക് കനത്ത തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ എന്ന് തന്നെ പറയാം. ട്രംപ് ഇന്ന് പറഞ്ഞ എല്ലാ അവകാശവാദങ്ങളെയും എല്ലാ വീമ്പുകളെയും തള്ളിയ ഇറാൻ ഹോർമൂസ് വീണ്ടും അടയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഈ കപ്പലുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഹോർമൂസിൽ ഇതുവരെയില്ലാത്ത കടുത്ത നടപടിയിലേക്ക് ഇറാൻ പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നതടക്കമുള്ള ട്രംപിന്റെ പ്രസ്താവനകളും കനത്ത തിരിച്ചടി കൊടുക്കാൻ ഇറാനെ നിർബന്ധിതരാക്കി എന്ന് തന്നെ പറയാം. ഇതിനിടെ നെതന്യാഹുവിനെ ഒരാഴ്ചത്തേക്ക് ട്രംപ് ബ്ലോക്ക് ചെയ്യണമെന്ന്, സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യണമെന്ന് കളിയാക്കുന്ന സിംബാബ്വേയിലെ ഇറാൻ എംബസിയുടെ പ്രസ്താവനയും വൈറലാവുകയാണ്. അതായത്, ട്രംപിന്റെ പ്രാന്തൻ അവകാശവാദങ്ങളും വെല്ലുവിളികളും ചർച്ചയുടെ അന്തരീക്ഷത്തെ തകർക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ പെട്ടെന്ന് ഉടലെടുത്ത ഈ സാഹചര്യത്തെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇറാൻ ഹോർമൂസ് തുറന്നിട്ടും ട്രംപ് ഉപരോധം പിൻവലിക്കാത്തത് കൊണ്ടാണ് ഹോർമൂസ് ഇറാൻ വീണ്ടും അടച്ചത്. ഇതിന് പിന്നാലെയാണ് പരമോന്നത നേതാവ് മുസ്തഫ ഖൊമേനിയുടെ തീർത്തും കടുപ്പമേറിയ പ്രസ്താവന പുറത്തു വന്നത്. അത് ആദ്യം എന്താണെന്ന് നോക്കാം. 2ാം ഘട്ട ചർച്ചയിൽ ഇറാൻ എടുക്കുന്ന നിലപാടും മുസ്തഫ ഖൊമേനിയുടെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുസ്തഫ ഖൊമേനി ഔദ്യോഗിക ടെലിഗ്രാം ചാനലിലൂടെയാണ് പ്രസ്താവന പുറത്തുവിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ആണവ വിഷയത്തിലുള്ളതാണ്. ആണവ പദ്ധതികളുടെ കാര്യത്തിലോ സൈനിക ശേഷിയുടെ കാര്യത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന് മുസ്തഫ ഖൊമേനി പറയുന്നു. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുമെന്നും ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ കടത്തിവിടില്ല എന്നും മുസ്തഫ പറഞ്ഞു. മാത്രമല്ല, ശത്രുക്കൾക്ക് പുതിയ കൈപ്പേറിയ പരാജയങ്ങൾ സമ്മാനിക്കാൻ ഇറാൻ നാവികസേന തയ്യാറാണെന്നും മുസ്തഫ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സയനിസ്റ്റ് കുറ്റവാളികൾക്ക് മേൽ മിന്നൽ പോലെ പതിക്കുന്ന ഇറാൻ ഡ്രോൺ കരുത്തിനെ അദ്ദേഹം പ്രശംസിച്ചു. മുൻപത്തെക്കാൾ ശക്തമായ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്നും മുസ്തഫ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഹോർമൂസിലെ നിയന്ത്രണം തുടരുമെന്ന പ്രസ്താവനയുമായി ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും രംഗത്തെത്തി. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ കൈമാറിയെന്നും ടെഹ്റാൻ ഇത് പരിഗണിച്ചു വരികയാണെന്നും ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ല എന്നും സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇതിനിടെയാണ് ട്രംപിനെ കണക്കറ്റ് കളിയാക്കി സിംബാബ്വേയിലെ ഇറാൻ എംബസിയുടെ എക്സ് പോസ്റ്റ് വൈറലായത്. ട്രംപിന്റെ അവകാശവാദങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് ആ പോസ്റ്റ്. 4 പോയിന്റുകളാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. 1, അമിതമായ സന്തോഷം പ്രകടിപ്പിക്കാൻ ശ്രമിക്കരുത്. ട്രംപിനോടാണ് അല്പം അന്തസ് കാത്തു സൂക്ഷിക്കുക. 2, ഇറാന്റെ കടലിടുക്കിലെ പുതിയ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, നമ്മളത് ശരിയാക്കും. 3, ഫോൺ ഓഫ് ചെയ്യുക, വിശ്രമിക്കുക, ഇനി പോസ്റ്റുകൾ വേണ്ട. കൂടാതെ ബിബിയെ, അതായത് നെതന്യാഹുവിനെ ഒരാഴ്ചത്തേക്ക് ബ്ലോക്ക് ചെയ്യുക. 4, ലഘുവായ അത്താഴം കഴിച്ച് നന്നായി ഉറങ്ങുക എന്നാണ് സിംബാബ്വേയിലെ ഇറാൻ എംബസിയുടെ ട്രംപിനെ കളിയാക്കുന്ന വളരെ വൈറലായ പോസ്റ്റ്. ഇറാൻ ഹോർമൂസ് അടച്ചതിന് പിന്നാലെ ഇറാൻ തനിക്ക് കീഴടങ്ങിയെന്ന വാദവും നിരവധി അവകാശവാദവുമായാണ് ട്രംപ് രംഗത്ത് വന്നത്. ലബനനിലെ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് നമുക്കറിയാം ഹോർമൂസ് വഴി എല്ലാ കപ്പലുകൾക്കുമായി ഇറാൻ ഹോർമൂസിനെ തുറന്നു കൊടുത്തത്. എന്നാൽ അമേരിക്കൻ ഉപരോധം നീക്കാൻ ട്രംപ് എന്നിട്ടും തയ്യാറായില്ല. ഇതോടെയാണ് ഹോർമൂസിൽ ഇറാൻ കനത്ത തിരിച്ചടിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്, അത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് എന്നതും നമ്മൾ നോക്കണം. ഇറാനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് ഇറാനിലെ യുറേനിയം പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന തന്നെയാണ്. ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ ഇറാനിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അത് അമേരിക്കയിലെ ഒക്ലഹോമയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഈ നടപടി അത്യാവശ്യമാണെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഈ അവകാശവാദത്തിനെതിരെ ഉടനടി പ്രസ്താവനയുമായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. യുറേനിയം ശേഖരം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും ട്രംപ് നടത്തിയത് പച്ചക്കള്ളം, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇറാനിലെ യുറേനിയം ശേഖരം റഷ്യയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് റഷ്യയും ചൈനയും ഇറാനും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനെ തുരങ്കം വയ്ക്കുന്ന, അതായത് റഷ്യയിലേക്ക് ഒരുപക്ഷെ ഇറാനിലെ യുറേനിയം ശേഖരം കൊണ്ടുപോയേക്കുമെന്നുള്ള ഒരു ഭീതിയിൽ അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഇറാനെ പ്രകോപിപ്പിച്ച് പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം.
പൂർണ്ണമായ സമാധാന കരാറിൽ ഒപ്പിടുന്നതുവരെ നാവിക ഉപരോധം, അതായത് ഹോർമൂസിലെ നാവിക ഉപരോധം പിൻവലിക്കില്ല എന്നാണ് ട്രംപ് നിലപാടെടുത്തത്. മാത്രമല്ല, നിലവിലെ വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കും മുമ്പ് കരാറിൽ എത്തിയില്ല എങ്കിൽ വെടിനിർത്തൽ നീട്ടില്ല എന്നും വീണ്ടും ബോംബാക്രമണം ആരംഭിക്കേണ്ടി വരുമെന്നും എയർഫോഴ്സ് വണ്ണിൽ വെച്ച്, അതായത് ട്രംപിൻ്റെ വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഹോർമൂസിൽ നിന്ന് ചുങ്കം പിരിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം തന്നെ ഇറാനുമായുള്ള സമാധാന കരാർ വളരെ അടുത്താണെന്നും കാര്യങ്ങൾ ശുഭകരമായി നീങ്ങുകയാണ് എന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. അതായത് വൈരുദ്ധ്യം നിറഞ്ഞ പ്രസ്താവനകളും അവകാശവാദങ്ങളുമായാണ് ട്രംപ് ഇന്നും രംഗത്ത് വന്നത് എന്ന് തന്നെ നമ്മൾ കാണണം. ഇത് ട്രംപിൻ്റെ കുതന്ത്രമാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. ട്രംപ് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയാണ് എന്ന് ബോധ്യപ്പെട്ടെന്ന് ഇറാനിയൻ പ്രൊഫസർ മുസ്തഫ ഖോക്ഷം വിലയിരുത്തുന്നു. എന്തായാലും ഹോർമൂസ് വിട്ടുള്ള കളിയില്ല എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് ഇറാൻ എന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക. തങ്ങൾക്ക് ഹോർമൂസിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അമേരിക്കയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇറാൻ മുന്നിൽ കണ്ട ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചത് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ളത് ഷിപ്പിംഗ് മോണിറ്ററി ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൂപ്പർ ടാങ്കറായ സൻമർ ഹെറാൾഡ്, ചരക്ക് കപ്പലായ ജഗ് അർണവ് എന്നീ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ വിപ്ലവ സേന വെടിവെച്ചത്. ഈ ഇറാഖിൽ നിന്നുള്ള 2 ദശലക്ഷം ബാരൽ എണ്ണയുമായി പോവുകയായിരുന്നു ഈ സൻമർ ഹെറാൾഡ് എന്ന് പറയുന്ന കപ്പൽ. ചെന്നൈ ആസ്ഥാനമായുള്ള സൻമർ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ചരക്ക് കപ്പലായിട്ടുള്ള ജഗ് അർണവ്. ഒമാന് 20 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായാണ് ഈ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത് എന്നാണ് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നത്. IRGCയുടെ 2 ഗൺ ബോട്ടുകൾ, അതായത് ചെറിയ ബോട്ടുകൾ ഈ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. ഇറാൻ നിർദ്ദേശിച്ച പുതിയ പാതയായ ഖേഷം ലാറക്ക് ദ്വീപുകൾക്കിടയിലൂടെയുള്ള കടൽ മേഖലയിൽ വെച്ചാണ് വെടിവെപ്പ് ഉണ്ടായത്. വെടിവെപ്പിനെ തുടർന്ന് കപ്പലുകൾ പിൻവാങ്ങിയെന്നും റേഡിയോ വഴി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഈ ഗൺബോട്ടുകൾ വന്ന് വെടിവെച്ചതെന്നും സൻമർ ഹെറാൾഡ് എണ്ണ ടാങ്കറിലെ ക്യാപ്റ്റൻ പറഞ്ഞതായി ഈ ഏജൻസി തങ്ങളുടെ അറിയിപ്പിൽ പറയുന്നു. കപ്പലും അതിലെ ജീവനക്കാരും സുരക്ഷിതരാണ് എന്നും ഏജൻസി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം മറ്റു ചില കപ്പലുകൾക്ക് ഇറാൻ വിപ്ലവ സേനയുടെ റേഡിയോ സന്ദേശം കിട്ടിയതായി റിപ്പോർട്ടുണ്ട്. അതായത് നേരത്തെ സൻമർ ഹെറാൾഡിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത് തങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും കിട്ടിയില്ല എന്നാണ്. എന്നാൽ മറ്റു ചില കപ്പലുകൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കപ്പലുകളുടെയും ശ്രദ്ധയ്ക്ക് ചർച്ചകളിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അമേരിക്കൻ സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ളതോ ഏതെങ്കിലും രാജ്യത്തിൻ്റെയോ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു റേഡിയോ സന്ദേശം കിട്ടിയത് എന്നാണ് ചരക്ക് കപ്പലിലെ ക്യാപ്റ്റന്മാർ പറയുന്നത്. ഇതോടെ 100 കണക്കിന് കപ്പലുകളും ഏകദേശം 20,000 കപ്പൽ ജീവനക്കാരും ഗൾഫ് മേഖലയിൽ വീണ്ടും കുടുങ്ങിയ അവസ്ഥയാണ് ഉള്ളത്. തുറന്നതിന് പിന്നാലെ 3 കപ്പലുകൾ ഉൾപ്പെടെ 10-ലധികം എണ്ണ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയതായി കപ്പൽ ട്രാക്കിംഗ് ഏജൻസികൾ വ്യക്തമാക്കുന്നു. കടന്നുപോയ കപ്പലുകളിൽ ഭൂരിഭാഗവും പഴയതും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉടമസ്ഥത ഇല്ലാത്തതുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളല്ല കടന്നുപോയത്. പുതിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ഇസ്രയേൽ ബന്ധമുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നാണ് ഇറാൻ വിപ്ലവ സേന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഹോർമൂസിൽ ഇറാൻ വീണ്ടും പിടിമുറുക്കിയത് ട്രംപിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ട്രംപ് നടത്തിയ അവകാശവാദങ്ങൾ, വീമ്പുകളെല്ലാം തിരിഞ്ഞുകൊത്തുകയാണ് എന്ന് പറയാം. കുറച്ച് ദിവസത്തെ ആശ്വാസത്തിന് ശേഷം പശ്ചിമേഷ്യ വീണ്ടും അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നും വിലയിരുത്താം. മുജ്തബ ഖൊമൈനിയുടെ കടുത്ത പ്രസ്താവനയും ട്രംപിൻ്റെ ഉപരോധം തുടരുമെന്നുള്ള നിലപാടും മേഖലയെ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച അവസാനിക്കുന്ന വെടിനിർത്തൽ കരാർ നീട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സമാധാന കരാർ അടുത്താണ് എന്ന് ട്രംപ് പറയുമ്പോഴും ഇറാൻ്റെ യുറേനിയം പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ വാദം ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പുതിയ സാഹചര്യം നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നാണ് നയതന്ത്ര വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ
വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.